തിരികെ വാർത്തയിലേക്ക്. കൺസ്യൂമർ ഫെഡിൽ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ നീക്കം. 1084 താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തും. സഹകരണ സെക്രട്ടറിയും നിയമവകുപ്പും നിയമനത്തെ എതിർത്തു. LDF സർക്കാരിന്റെ കാലാവധി തീരും മുൻപ് നിയമനം നടത്താനാണ് നീക്കം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ശിവദാസ് കരമനം ചേരുകയാണ്. ശിവദാസ്, ഇനി മാസങ്ങൾ മാത്രമാണ് കാലാവധി തീരാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിനു മുന്നേ സ്വന്തക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള തിരക്കിട്ട നീക്കം തന്നെയാണ് അണിയറയിൽ നടക്കുന്നത്, അല്ലേ? തീർച്ചയായും KP, സ്വന്തക്കാരെ നിയമിക്കാനുള്ള പിൻവാതിൽ നിയമനത്തിനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പല വകുപ്പുകളിലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കൺസ്യൂമർ ഫെഡിൽ 1184 താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കം നടത്തുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഭരണാനുമതി നൽകിയിരുന്നു. ഈ ഭരണാനുമതിക്ക് ശേഷം അതിൻ്റെ നിർദ്ദേശങ്ങൾ സഹകരണ വകുപ്പിന് കൈമാറിയിരുന്നു. അതോടൊപ്പം തന്നെ നിയമ വകുപ്പിനും കൈമാറിയിരുന്നു. പക്ഷേ സഹകരണ സെക്രട്ടറി ഈ നിയമനത്തെ എതിർത്തു. അതോടൊപ്പം തന്നെ നിയമവകുപ്പും ഈ നിയമനത്തെ എതിർത്തു. കാരണം നിലവിൽ തന്നെ സഹകരണ മേഖല വലിയൊരു പ്രതിസന്ധിയിലാണ്. കോടികളുടെ നഷ്ടമാണ് സഹകരണ മേഖലയ്ക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ അത് വീണ്ടും വലിയൊരു തകർച്ചയിലേക്ക് നയിക്കും എന്നുള്ള കാരണമാണ് സഹകരണ സെക്രട്ടറി പറഞ്ഞിരുന്നത്. പക്ഷേ അതെല്ലാം തന്നെ മറികടന്നും അട്ടിമറിച്ചുകൊണ്ടും ഇപ്പോഴും ഈ നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് ഇനി ഈ സർക്കാരിന് കാലാവധിയുള്ളത്. വീണ്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഒരു വേള കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പിൻവാതിൽ നിയമനത്തിന് പല വകുപ്പുകളിലും ഇത്തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഊർജിതമായ ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, UDFിൻ്റെ കാലത്തും അതോടൊപ്പം തന്നെ LDFിൻ്റെ ഭരണകാലത്തും എല്ലാം തന്നെ ഈ അവസാന നാളുകളിൽ ഇത്തരത്തിൽ പിൻവാതിൽ നിയമനത്തിനുള്ള ഒരു നീക്കം നടത്താറുണ്ട്. 10 വർഷമോ അതിൽ കൂടുതലോ കാലയളവിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്ത ആളുകളെ ഇത്തരത്തിൽ സ്ഥിരമായി നിയമിക്കണം, അവർക്ക് ഇനി മറ്റെവിടെയും പോയി ജോലി ചെയ്യാൻ കഴിയില്ല എന്ന വാദമാണ് സർക്കാരുകൾ പറയുന്നത്. ഇങ്ങനെ UDFിൻ്റെ കാലത്തും ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടന്നിരുന്നു. ഇപ്പോഴും അത്തരത്തിലുള്ള നിയമനമാണ്. ശിവദാസ്, ഇവിടെ ഈ നിയമവകുപ്പും ഒക്കെയും ഇതിനെ എതിർക്കാൻ കാരണം അത് തന്നെയാണ്. ഈ സഹകരണ സെക്രട്ടറി അടക്കം ഇതിനെ എതിർത്തിട്ടുണ്ടെങ്കിലും ഈ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് ഈ ഒരു സ്ഥിര നിയമനം നൽകാൻ, അല്ലെങ്കിൽ ഈ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം അത് തകൃതിയായി തന്നെ മുന്നോട്ട് പോവുകയാണല്ലേ? തീർച്ചയായും. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പല വകുപ്പുകളിലും ഓരോ സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോഴും ആ അധികാരത്തിലുള്ള ആളുകളുടെ സ്വന്തക്കാരെ തിരികെ കയറ്റുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. കേരളത്തിൽ ഉടനീളം പല വകുപ്പുകളിലും അത്തരത്തിൽ സ്വന്തക്കാരെ താൽക്കാലിക ജീവനക്കാരായി മാറ്റുന്നു. പിന്നീട് ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സർക്കാർ ഭരണത്തിൽ ഭരണം മാറുന്നതിന് തൊട്ടു മുൻപായി ഇത്തരക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കം നടക്കുന്നു. ഇതെല്ലാം തന്നെ കൃത്യമായൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ്. പ്രത്യേകിച്ച് അങ്ങനെ സ്ഥിരപ്പെടുത്തുമ്പോൾ അത് അവരുടെ സ്വന്തക്കാരാണ് എന്നുള്ളത് കൃത്യമായ ബോധ്യം ഉള്ളതുകൊണ്ടാണ് അത്തരക്കാരെ സ്ഥിരം നിയമനം നൽകാനുള്ള ഒരു നീക്കം നടക്കുന്നത്. ഇപ്പോഴും അത്തരത്തിലുള്ള കാര്യം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും വലിയ രീതിയിലൊരു സാമ്പത്തിക പ്രതിസന്ധി സഹകരണ വകുപ്പുകളിൽ അടക്കം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഹകരണ വകുപ്പ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ നിയമ വകുപ്പും എല്ലാം തന്നെ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നത്. പക്ഷേ ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ ഭരണാനുമതി നൽകിക്കൊണ്ട് ഇത്തരം 1184 താൽക്കാലിക ജീവനക്കാരെ സ്ഥിരമാക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ LDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. KP, സ്വന്തക്കാരെ നിയമിക്കാനുള്ള, സ്വന്തക്കാർക്ക് സ്ഥിര നിയമനം നൽകാനുള്ള തിരക്കിട്ട നീക്കവുമായി ഇടതുപക്ഷ സർക്കാർ. ശിവദാസ് കരമനമാണ് വിവരങ്ങൾ നൽകിയത്.